നബിദിനവും പ്രവാചകന്റെ ജന്മദിനവും ഒക്കെ വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവർ, വിശുദ്ധമായ അല്ലാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ വിശ്വാസത്തിന് നബിത്തങ്ങളുടെ മരണത്തിന്റെ ദിവസമല്ലേ പ്രവാചകൻ എങ്ങനെ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് നാം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ പഠിപ്പിക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ മതനിയമങ്ങൾ ഒന്നുകിൽ അത് വാജിബാകണം, അല്ലെങ്കിൽ ജായിസാകണം, അല്ലെങ്കിൽ സുന്നത്താകണം, അല്ലെങ്കിൽ ഫർളാകണം, അല്ലെങ്കിൽ ഹറാമാകണം. ഇങ്ങനെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പാഠവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഇസ്ലാമിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഈ ഹുക്കം പെടണമല്ലോ. നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലയോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലയോ, ഒന്നുകിൽ അത് ഫർളായി മാറണം, അല്ലെങ്കിൽ അത് സുന്നത്തായി മാറണം, അല്ലെങ്കിൽ അത് കറാഹത്തായി മാറണം, അല്ലെങ്കിൽ അത് ഹറാമായി മാറണം. വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നബിദിനം ആഘോഷിക്കൽ ഹറാമാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും കിതാബുകൾ നമുക്ക് കാണാൻ കഴിയുമോ? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നാം ഉദാഹരണം പറയുമ്പോൾ ഒരുപാട് ഉദാഹരണം പറയേണ്ടി വരും. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന നിക്കാഹിന്റെ രീതികളാണോ ഇന്ന് നടക്കുന്നത്? നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ കൃത്യമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നടക്കുന്ന നിക്കാഹ് കേവലം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ വിശുദ്ധമായ ആ നിക്കാഹിന്റെ കർമ്മത്തിനൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് എത്രയോ കർമ്മങ്ങളാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് നിക്കാഹുമായി ബന്ധപ്പെട്ട് കൂടിച്ചേർത്ത് വന്നത്. തലേ ദിവസത്തെ പ്രോഗ്രാമുകൾ, പിറ്റേ ദിവസത്തെ പ്രോഗ്രാമുകൾ, അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന രീതികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണോ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ആ പാഠ്യപദ്ധതിയും കരിക്കുലവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മദ്രസ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒക്കെ വിജ്ഞാനവും ഒക്കെ അത് തന്നെയാണെങ്കിലും അതിന്റെ കൃത്യമായ പുറംമോടിയും അതിന്റെ സിലബസിന്റെ പരിഷ്കാരങ്ങളും റൂമിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ആ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയും ഒക്കെ ഇന്നത്തെ മാറിക്കഴിഞ്ഞു. മദ്രസ വിദ്യാഭ്യാസം എടുത്തു നോക്കിയാൽ തന്നെ ഇന്നത്തെ റൂമിന്റെ ആ മദ്രസ അധ്യാപന അല്ലെങ്കിൽ അധ്യാപകനായി കഴിയുന്ന ഒരാളും വിദ്യാർത്ഥികളും തമ്മിൽ പഠിപ്പിക്കുന്ന മദ്രസ ക്ലാസ് റൂമുകൾ എത്രയോ ഹൈടെക് ആയി മാറി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അതൊക്കെ റസൂലുള്ളാഹി നിർദ്ദേശിച്ചതാണോ? ഇതൊക്കെ റസൂലുള്ളാഹി നിർദ്ദേശിച്ചതാണോ? നാം ഇങ്ങനെ ചോദിക്കുമ്പോൾ റസൂലിന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ മാത്രം അത് ബുഖാരിയിലുണ്ടോ ഖുർആനിലുണ്ടോ എന്നുള്ള ചോദ്യമായി കടന്നു വരുന്നവർ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ജന്മദിനമൊക്കെ ശിർക്കാക്കി മാറ്റിയവർ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ കൃത്യമായി നേതൃത്വം വഹിച്ചുകൊണ്ട് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ സൗഹാർദ്ദത്തിന്റെ പേരിൽ ബാനർ കെട്ടിയിട്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആധുനിക നൂറ്റാണ്ടായി നമ്മുടെ നൂറ്റാണ്ട് മാറിയെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കടന്നു വരുമ്പോൾ നബി തങ്ങളുടെ ജന്മദിനം മാത്രം കട്ടെ. അല്ലാഹു കാര്യം പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകരായിരുന്നു, വിശുദ്ധമായ ഖുർആൻ എന്താ പഠിപ്പിച്ചത്, വിശുദ്ധമായ ഹദീസ് എന്താ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മേൽ മദ്ഹ് പറയാൻ വേണ്ടി സ്വഹാബത്തിന്റെ മുന്നിൽ പോലും സ്വഹാബത്ത് അനുവാദം ചോദിച്ചപ്പോ ആ സ്വഹാബത്തിന്റെ മുന്നിൽ പോലും റസൂലുള്ളാഹി തങ്ങൾ സമ്മതിച്ചു എങ്കിൽ, അനുവാദം കൊടുത്തു എങ്കിൽ, എന്തേ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് പറയാനും നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാനും നബി തങ്ങളുടെ അതുപോലെ തന്നെ മനാഖിബ് പോലെ പറയാനും ആ നബി തങ്ങളുടെ പേരിൽ സ്മരണകൾ അയവിറക്കാനും ഒക്കെ എന്തേ നമുക്ക് മടിയായി തീരുന്നു? നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിയായ നമുക്ക് ഭാഗ്യം ലഭിച്ചു അല്ലേ? ഈമാൻ അല്ലാഹു തആല ഒന്നാമതായി നമുക്ക് നൽകി. അത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. നമ്മെ പോലുള്ള ഇരുകാലിൽ ജീവിക്കുന്ന മനുഷ്യന്മാര്, അല്ലെങ്കിൽ ബുദ്ധിയും സവിശേഷ ബുദ്ധിയും തിരിച്ചറിവും ഒരുപാട് ബുദ്ധിവൈഭവവും ഒക്കെയുള്ള എത്രയോ പേര് ഹിദായത്തിന്റെ മാർഗത്തിൽ വഴിതെറ്റുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കാലം. പക്ഷെ അല്ലാഹു തആല എന്തേ നമുക്ക് അല്ലാഹു ഹിദായത്ത് നൽകി. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്, ഈമാൻ അല്ലാഹു തആല നൽകി. രണ്ടാമതോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധമായ ആ ഉമ്മത്തിൽ പെടാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകി. ചില്ലറക്കാരിയൊന്നുമില്ല. പ്രവാചകന്മാര്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാര് പോലും കൊതിച്ചതാണ്, പ്രവാചകന്മാർക്കൊന്നും കൊടുത്തിട്ടില്ല.
ആ പ്രവാചകന്മാർക്കൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്ത പദവിയാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വഇദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വഇദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്ത സംഭവമുണ്ടല്ലോ. എന്താ കരാർ എന്ന് പറയുന്നത്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, ആ പ്രവാചകന്മാർക്ക് മുഴുവനും അല്ലാഹു കിതാബ് നൽകി, അല്ലാഹു തത്വജ്ഞാനം നൽകിയിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് തത്വജ്ഞാനവും വിജ്ഞാനവും എല്ലാം നൽകി, പ്രവാചകത്വം അല്ലാഹു നൽകി. സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും, എന്നിട്ട് ആ പ്രവാചകന്മാരോടുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു നൽകിയ ഗ്രന്ഥങ്ങളെല്ലാം വാസ്തവീകരിക്കുന്ന രീതിയിൽ, മൂസാ പ്രവാചകനാണെങ്കിൽ അത് സത്യമായി പുലരുന്ന രീതിയിൽ, ഈസാ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകന്റെ മതം സത്യമായി അംഗീകരിക്കുന്ന രീതിയിൽ, അങ്ങനെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ അല്ലാഹു നൽകിയ കിതാബുകളെല്ലാം, അല്ലാഹു തആല നൽകിയ കിതാബിന്റെ വിജ്ഞാനങ്ങളെല്ലാം വാസ്തവീകരിക്കുന്ന രീതിയിൽ അല്ലാഹു തആല ആ ഒരു പ്രവാചകനെ പിൽക്കാലങ്ങളിലേക്ക് കടന്നു വരും, നിങ്ങളിലേക്ക് വരും. ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം, ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം, ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കണം. അല്ലാഹു തആല ഖാല അഖറർതും വഅഖദതും അലാ ദാലികും ഇസ്രി, എന്റെ ഈ കൽപ്പന നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആരോടാ ചോദ്യം? മുൻകാല പ്രവാചകന്മാരോട്.